ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിന്റെയൊക്കെ ഔദാര്യത്തിനാണെങ്കിൽ ഞങ്ങൾക്കൊന്നും വേണ്ടടി. ഞങ്ങൾ ഇന്ന് മനസമാധാനത്തോടെ ഇവിടെ ജീവിക്കാൻ അനുവദിച്ചാ മതി. അച്ഛനും അമ്മയും ഇവിടെ ജീവിക്കാൻ വേണ്ടിയല്ലല്ലോ ഞാൻ കഷ്ടപ്പെട്ട ആ വീടും പറമ്പും എന്റെ പേരിൽ സ്വന്തമാക്കിയത്. അച്ഛനോ അമ്മയോ വിളിച്ചു പോയത് നീ ഞങ്ങളെ അങ്ങനെ. പിന്നെ കഷ്ടപ്പാട് എന്ത് കഷ്ടപ്പാടാണടാ. എന്നെ ചതിച്ചെടുത്തതാ നീ. എന്റെ സ്വപ്നങ്ങൾക്ക് മീതെ ഇടുത്തി വീഴ്ത്തിയിട്ട് ഇല്ലാത്ത കഥയും പറഞ്ഞ് വീണ്ടും വന്നിരിക്കുക എന്നെ ചതിക്കാനായിട്ട്. ഇറങ്ങടാ വെളിയില്. സത്യമേ, എടെ എന്റെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങാനാ പറഞ്ഞത്. എടെ എന്റെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങി പോനാ പറഞ്ഞത്. വന്നേക്കുന്നു അച്ഛനും അമ്മയും. സത്യമ്മേ, ഞങ്ങളിപ്പോ എന്ത് പറഞ്ഞാലും സത്യമ്മ വിശ്വസിക്കില്ല. കാരണം സത്യമ്മയുടെ ഉള്ളിൽ നിറയെ ഞങ്ങളോടുള്ള ദേഷ്യവും വെറുപ്പുവാ. പക്ഷേ ഒരിക്കൽ സത്യമ്മ ഈ സത്യങ്ങൾ മനസ്സിലാക്കും. ഞങ്ങളിപ്പോ ഈ കാണിച്ചതിനൊക്കെ തക്കതായ കാരണം ഉണ്ടായിരുന്നു. ഓ എടി, നിന്റെ മോഹന വാഗ്ദാനങ്ങളിൽ വീണു പോകുന്നവരുണ്ടാവും. പക്ഷെ ഈ സത്യഭാമ അതിന് കിട്ടില്ല. ഞാനൊരു കാര്യം തീരുമാനിച്ച അത് തീരുമാനിച്ചത് തന്നെയാ. നിന്ന നിൽപ്പിൽ എന്റെ ഈ ജന്മം ഭൂമിക്ക് കീഴ്പോട്ട് താഴ്ന്നു പോകുന്നു പറഞ്ഞാലും നിന്റെ ഒന്നും പിന്നാലെ സത്യഭാമ വരത്തില്ലടി. മരിക്കുന്നത് വരെ എന്റെ ഈ നിലപാടിന് ഒരു മാറ്റവും വരില്ല. നീ എന്നും എന്റെ ജീവിതം തകർത്തവളും അവൻ എപ്പോഴും എന്നെ ചതിച്ച ചതിയനുമായിരിക്കും. ഒന്നുകിൽ എന്റെ മരണം വരെ, അല്ലെങ്കിൽ നിന്റെയൊക്കെ മരണം വരെ അതിങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യും. ഇനി മേലാൽ എന്റെ വീട്ടിൽ വന്ന് ഇതുപോലെ അധികാരം കാണിക്കാൻ നോക്കിയ നിന്റെ കളക്ടറേറ്റിലേക്ക് ഞാനങ്ങ് വരും. എന്നിട്ട് നിന്റെ കസേരയിൽ ഞാൻ കയറിയിരിക്കും. എന്നിട്ട് ഞാനങ്ങ് ഭരിക്കും. അതിന്റെ നാണക്കേടേ നിനക്കായിരിക്കും. മറ്റുള്ളവരുടെ വീട്ടിൽ വലിഞ്ഞു കയറി വന്ന് അധികാരം കാണിക്കുന്ന നിന്റെ ഈ തറവേലയും കൊണ്ട് ഇനി എന്റെ വീട്ടിലേക്ക് വരരുത്. ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം. ദേ, നിങ്ങളോട് കൂടെയാ ഞാൻ ഈ പറയുന്നത്. ആരെങ്കിലും വന്ന് വിളിച്ചാ ചാടി തുള്ളി അങ്ങ് പോരാ. സംരക്ഷണം തരുന്നവരും വെള്ളം തരുന്നവരും കൂടെ ഉണ്ടെന്നുള്ള കാര്യം ഓർക്കണം. ഇനി മേലാൽ എന്റെ വീട്ടിൽ വന്ന് ഇതുപോലെ വില കുറഞ്ഞ നാടകം ആടരുത്. അങ്ങനെ ആടിയ ഞാൻ ആരാണെന്ന് എന്താണെന്ന് നീ അറിയും. പോയിക്കോ രണ്ടുപേരും എന്റെ മുമ്പിൽ നിന്ന്. അച്ഛാ, പറയട്ടെ, മതിയാവോളം പറയട്ടെ. സത്യമ്മേ, എന്നെങ്കിലും സത്യമ്മ എന്നെ സ്നേഹത്തോടെ വിളിക്കുന്നൊരു ദിവസം വരും. അതുവരെയുള്ള പരീക്ഷണങ്ങൾ അത് ഞാൻ നേരിട്ടോളാം. എന്റെ വിധിയാണെന്ന് കരുതി ഞാനങ്ങ് സമാധാനിച്ചോളാം.